എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഒരു രസം ഉണ്ടാക്കുന്നത്. രസം രണ്ട് തക്കാളി, ഒരു ചെറിയ അല്ലി പുളിയും കൂടി കുതിർത്തി പിഴിഞ്ഞ് വെക്കണം ആദ്യം. പിന്നെ രസം പൊടി ആദ്യം രസം പൊടി വെച്ചിട്ട് അതിന് ശേഷമാണ് രസം വയ്ക്കുന്നത്. അപ്പോൾ ആ രസം പൊടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതാ കറുവേപ്പില വേണം, ഉണക്കമുളക് വേണം, നമ്മുടെ സ്വന്തം കുരുമുളക്, ജീരകം, മല്ലി, പിന്നെ കുറച്ച് സാമ്പാർ പരിപ്പ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ ഇത് ഇട്ടിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ കുറച്ച് രസത്തിനൊരു മണവും കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇടണത് സാമ്പാർ പരിപ്പാണ്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. പിന്നെ ഇതേപോലെ കായം. ഇത് എണ്ണയിൽ നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അടുപ്പ് വെച്ചെണ്ണു, ചട്ടി ചൂടായെണ്ണു നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം മുളക് ഇട്ട് കൊടുക്കാം. രസം പൊടി നിറയെ പേര് രസം പൊടി ചോക്കിലുണ്ട്, ഉണ്ടാക്കി കൊടുക്കണം വിചാരിക്കുന്നുണ്ട്, കൊടുത്തിട്ടില്ല. മുളക് ഇട്ടു, നമുക്ക് കുരുമുളക് ഇടാം. ആദ്യം പരിപ്പിടാം. കുരുമുളക് പെട്ടെന്നാവും, പരിപ്പ് സ്ലോവിലാവുള്ളൂ. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. സാമ്പാർ പരിപ്പാണ്. ഞാൻ എങ്ങനെ രസം വയ്ക്കുന്നതാണ് ഇടുന്നത്. നല്ല ടേസ്റ്റും നല്ല മണവും ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുള്ളതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു രസമാണ്. ജലദോഷം, പനി, തൊണ്ടവേദന, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും രസം ഒഴിച്ച് ചോറിന പേടിക്കാണ്ട് കഴിക്കാം. കുട്ടികളിൽ നിന്ന് ചെറിയവരിൽ നിന്ന് മുതിർന്നവരും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രസമാണ്. അപ്പം നമ്മുടെ കുരുമുളക് ഇടാൻ പോണു. പരിപ്പൊന്നും നല്ല ചൂടായി. വല്ലാണ്ട് വറക്കണം, നല്ല പാകത്തിന് വറക്കറ്റ് വേണേനി. ഇനി നമ്മുടെ മല്ലി ഇടാം. വഴുതനങ്ങ പുളിങ്കറിയൊക്കെ ഇട്ടായിരുന്നു വീഡിയോ, എല്ലാവരും കാണുക, ഉണ്ടാക്കി നോക്കിയ ടേസ്റ്റാണ്. അപാര ടേസ്റ്റുള്ളൊരു വഴുതനങ്ങയുടെ പുളിങ്കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. എല്ലാവർക്കും അറിയും, അറിയാത്തവർക്കും കൂടിയാണ് പറയണത്. നമ്മുടെ മല്ലി ഇട്ട് കൊടുക്കാം. ജീരകം ചൂടായാൽ മതി, അതുകൊണ്ട് അവസാനം എടുത്താൽ മതി ജീരകം. ഇങ്ങനെ നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് രസം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, കഴിഞ്ഞ് വീണ്ടും പൊടിച്ചാൽ മതി. നമുക്ക് എത്ര അളവിന് വേണം അത്ര ഉണ്ടാക്കാം. 50 ഗ്രാം കൊണ്ടോ 100 ഗ്രാം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് അധികം ക്വാണ്ടിറ്റി വേണോ അപ്പോൾ അങ്ങനെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. വറുത്ത് പൊടിച്ച് വെച്ചാൽ കേട് വരില്ല, വറക്കാണ്ടൊക്കെ പൊടിച്ച് വെച്ചാൽ വേഗം കേട് വന്ന് പോകും, മഴയൊക്കെ അണിച്ചാൽ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ആയി, നമുക്കിനി ജീരകം ഇട്ട് കൊടുക്കാം. ഒപ്പം നമ്മുടെ കറുവേപ്പില അവസാനം വറുത്താലും മതി. വലിയ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഇട്ട് കൊടുക്കുക, കുറച്ചല്ലേ ഉള്ളൂ. നല്ല വെള്ളമൊക്കെ വടിച്ച് വെച്ചതാണ്, കഴുകിയിട്ട്
ആവണ്ടുള്ളൂ. ഈ ചൂടിലേ പിന്നെ നല്ല ആയിക്കോളും. കായം പിന്നെ എണ്ണയിൽ വറുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപാര മണവും ടേസ്റ്റ് ആവും രസത്തിന്. ഈ രസം പൊടിയും കൊണ്ടാണ് ഞാൻ ഇപ്പം എങ്ങനെ രസം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇത് ചൂടാറിയ ശേഷം നല്ല ചൂടാറിയ ശേഷം പൊടിക്കണം. ചെറിയ ചെറിയ വീഡിയോ ആണ്, എല്ലാവരും ഫുള്ളും കാണുക. ഇത്രേ വേണ്ടുള്ളൂ. നല്ല ആയി, കളറൊക്കെ മാറി വന്നു. ഒരു 4-5 തവണ രസം വയ്ക്കാനുള്ള പൊടിയാവും. നമുക്ക് എത്ര കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, കുറയ്ക്കണമെങ്കിൽ അങ്ങനെ കുറച്ചുണ്ടാക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓഫാക്കാം. ചൂടാറങ്ങി ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇളക്കി കൊടുക്കണം, കരിയാൻ പാടില്ല. ഇതാ നമ്മുടെ കായം ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് എണ്ണയിലിട്ടിട്ട്. കായം പൊടി വേണമെങ്കിൽ അതും ഇടാം. ഞാൻ കട്ടക്കായാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക എല്ലാറ്റിനും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് പൊടിച്ചിട്ടുണ്ടാക്കുന്നത്. ഇത് വറുത്ത് വെച്ചത്. പൊടി വേണ്ടവർക്ക് അതും ഇടാം. ചൂടാറിയ ശേഷം നമുക്ക് പൊടിക്കാം. ഇതാ അപ്പോൾ നമ്മുടെ പൊടിക്കാൻ പോവാണ്. ഞാൻ പൊട്ടണം, ഇങ്ങനെ പൊട്ടണം കറുവേപ്പിൻ്റെ ഇലയൊക്കെ. അപ്പോൾ നല്ല വറവായി എന്ന് അർത്ഥമാണ്. നമുക്ക് കായം ഇട്ടിട്ട് ഞാൻ പൊടിച്ചു കൊണ്ടുവരാം. ഇതാ കായം. അപ്പോൾ നല്ല നൈസായിട്ട് പൊടിക്കാൻ പാടില്ല. ഒരു തരിതരിപ്പോടെ കൂടെ പൊടിക്കണം. കുറച്ച് തരിതരിപ്പായിട്ടുണ്ടാവണം. അതോടുകൂടെ പൊടിക്കണം. നല്ല നൈസാக പൊടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പൊടിച്ചു കൊണ്ടുവരാം. ഇതാ ഇത്രേ വേണ്ടുള്ളൂ. കണ്ടോ, ഇത്രേ പൊടിയാൻ പാടും. നല്ല നൈസാവേണ്ട ആവശ്യമില്ല. ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അത് വിട്ടുപോയാൽ പറയാൻ കേട്ടോ. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത്രയാണ് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് രസം വയ്ക്കാം. ഞാൻ എങ്ങനെ രസം വയ്ക്കുന്നത് നോക്കാം. ഞാൻ രസം വയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ പൊടി രസം ഉണ്ടാക്കുന്നത് കാണണ്ടേ, നോക്കാം. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചിടണം. നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കടുക്, 2 മണി ഉലുവ ഇടുന്നുണ്ട്. വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. പൊടിക്കുമ്പോൾ അരി വേണമെങ്കിൽ ഇടാം. ഇതിലാണ് ഇടുന്നത്, നിർബന്ധമില്ല. വേണമെങ്കിൽ ഇട്ടാൽ മതി. 2 മണി ഉലുവ. പിന്നെ ഞാൻ തക്കാളിയും പുളിയും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴേ കാണിച്ചു വന്നു തക്കാളിയും പുളിയും. അത് പിഴിഞ്ഞ് വെച്ചാണിത്. നമുക്ക് 2 മുളക് പൊടിച്ചിടാം. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരാളാണിതാ നമ്മുടെ സ്വന്തം വെളുത്തുള്ളി. അത് ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഇടണം. കടുക് പൊട്ടട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രസമാണ്. ഇത് പൊടിച്ച് വയ്ക്കുക മാത്രമേ വേണ്ടൂ. 5 to 10 മിനിറ്റ് കൂടെ വേണ്ട, 5 മിനിറ്റ് മതി. നമ്മുടെ വെളുത്തുള്ളി ഇടുന്നുണ്ട്. കടലെണ്ണ, ഓയിലോ, വെളിച്ചെണ്ണ
എന്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. കറിവേപ്പിൻ്റെ ഇടണം. നമ്മുടെ കറിവേപ്പില അതിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ ഇട്ടാൽ മതി. അങ്ങനെ അപാര ടേസ്റ്റും മണമുള്ള രസം, രുചിയും മണവും എല്ലാം ഉണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള രസം നമ്മുടെ തയ്യാറായി കൊണ്ടിരിക്കുന്നു. ചെറിയ വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും കാണുക. ചെറിയ വീഡിയോ ആണ് ഇടുന്നത്. ഫുള്ളും കാണുക. പ്രത്യേകിച്ച് കുട്ടികൾ കണ്ട് രസമൊക്കെ വെക്കുക. ഓണമൊക്കെ അല്ലേ വരുന്നത്. എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക സംസാരിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഒരു പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾക്കളർ അധികം വേണം, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്ര വേണ്ടുള്ളൂ. നമുക്ക് എത്ര വേണമെങ്കിൽ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. തക്കാളിയും പുളിയുടെ വെള്ളമാണ് ഒഴിക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ഇത്രയേ വേണ്ടു. ഇനി നമ്മുടെ രസം പൊടിയിടണം. അതുപോലെ ഇട്ട നമ്മുടെ രസം തയ്യാറായി. നമുക്ക് എത്ര വേണം കൂട്ടിയും കുറച്ചൊക്കെ നമുക്കിടാം. ഇതാ ഉപ്പ് പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. രസത്തിന് പാകത്തിന് വേണ്ട ഉപ്പ്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള രസം ആയി കൊണ്ടേയിരിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രധാനമായിട്ടൊരു കാര്യം, രസം വന്നിട്ട് നല്ല തിളയ്ക്കാൻ പാടില്ല. തിള വരുമ്പോൾ തന്നെ നമുക്ക് അത് ഓഫാക്കണം. അത് അറിയണവർ എല്ലാവർക്കും അറിയും. പക്ഷെ ആരെങ്കിലും അറിയില്ലെങ്കിൽ വെച്ചിട്ട് പറയണത്, രസം നല്ലോണം തിളച്ച് മറിയാൻ പാടില്ല. തിള വരുന്നു കണ്ട അപ്പോൾ ഉടനെ ഓഫാക്കണം. നമ്മുടെ പൊടി ഇടാം. പൊടി നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെച്ചാൽ നമുക്ക് ഇടാം. കുറച്ചാ കൂട്ടാക്കി നമ്മുടെ ഇഷ്ടം. ഇത് കുറച്ചിട്ടിട്ട് പോരാച്ചാൽ നമുക്ക് വീണ്ടും ഇടാം കേട്ടോ. ഇട്ടെടുക്കാം. നമ്മുടെ സ്വന്തം രസം പൊടി. ഇതിലൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് നിറച്ച്. ഒരു ലേശം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ തിള വരുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം. തിള വന്നാൽ ഉടനെ ഓഫാക്കണം. പിന്നെ അങ്ങനെ ഇരുന്നോളൂ. മല്ലിയിലേക്ക് ഇടാം. എത്ര മല്ലിയില വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലും കുറച്ചൊക്കെ ഇടാം. നമ്മൾ രണ്ടിച്ചാൽ അപാര ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. പ്രത്യേകം പറയുകയാണ്. രസം പൊടി ചോക്കിലുണ്ട്. ഞാൻ കൊടുക്കാച്ചിട്ടാണ്, ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകണുള്ളൂ. നിറയെ പേര് ചോക്കിലുണ്ട്. രസം പൊടിയുണ്ട്, സാമ്പാർ പൊടിയൊക്കെ. നല്ല പത വന്നു കണ്ടോ. 4 പറ പത വരുന്ന കണ്ടോ. ഇത്രയേ വേണ്ടുള്ളൂ. ഈ പത പൊങ്ങുമ്പോഴേക്കും നമുക്ക് ഓഫാക്കണം. ലൈറ്റാണ് പൊങ്ങുമ്പോൾ ഉടനെ ഓഫാക്കണം. രസം ഇത്രയേ വേണ്ടുള്ളൂ. ഇതാണ് അതിൻ്റെ പാകം. രസം വല്ലാണ്ട് തിളയ്ക്കാൻ പാടില്ല. വീണ്ടും പറയുകയാണ്. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ അടിപൊളി രസം തയ്യാറായി. രസം കൂട്ടി ചോറുണ്ണ.
ഇന്നും കൂട്ടാം നാളെയും കൂട്ടാം, നല്ലതാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.